ഇന്ന് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ്റെ തന്നെ വേറൊരു ഭാഗമാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടില്ലേനോ, നമ്മൾ മൾട്ടിപ്പിൾ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു 2.7 എന്നുള്ള നമ്പറിനെ നമ്മൾ ഒരു 5.2നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാമെന്ന് വിചാരിക്കും. അപ്പോൾ നമുക്കൊരു ആൻസർ കിട്ടൂലേ? അതായത് ഇപ്പോൾ 27 × 52 ചെയ്യുന്ന പോലെ ചെയ്യും നമ്മൾ. നമുക്ക് 4 1 2 4 5 പിന്നെ 5 35 അല്ലേ, 5ക്ക് 5 3 പിന്നെ 10 13 ഇങ്ങനെയാണ് നമുക്ക് ആൻസർ കിട്ടുക അല്ലേ. 14 0 4 ഇങ്ങനെയല്ല ആൻസർ കിട്ടുക. ഈ കിട്ടിയ ആൻസറിന് നമ്മളിങ്ങനെ എഴുതും, ഇറ്റ് ഈസ് ഈക്വൽ ടു 14 0 4 എന്ന് എഴുതും. ഇവിടെ ഒരു നമ്പർ കഴിഞ്ഞിട്ടാണ് പോയിൻ്റ് ഉള്ളത്, ഇവിടെ ഒരു നമ്പർ കഴിഞ്ഞിട്ട് പോയിൻ്റ് ഉള്ളത്. അപ്പോൾ നമ്മൾ 2 നമ്പർ മാറിയിട്ട് പോയിൻ്റ് ഇടും. ഇങ്ങനെ നമ്മൾ പഠിച്ചില്ലേ. എന്തുകൊണ്ടാണ് നമ്മൾ ഈ 2 നമ്പർ കഴിഞ്ഞിട്ട് പോയിൻ്റ് ഇടുന്നതും ഇവിടെ ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ ചെയ്യുന്നതൊക്കെ എന്താണ് ഇതിൻ്റെ മീനിങ്? കറക്റ്റ് എന്താണ് അവിടെ പറയുന്നത്? അതെന്താണെന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. അതായത് നമുക്കിപ്പോൾ 2 നമ്പറുകൾ നമ്മൾ ഗുണിക്കണം, ദശാംശസംഖ്യകൾ. അത് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ 4.23 × 2.4 ഈ നമ്പറുകൾ പരസ്പരം ഗുണിക്കുകയാണെന്ന് വിചാരിക്കും. നമുക്കറിയാം 4.23 എന്ന് പറഞ്ഞാൽ 423/100 ആണ് അല്ലേ. അതേപോലെ തന്നെ നമുക്ക് വേറൊരു കാര്യം അറിയാം, 2.4 എന്ന് പറഞ്ഞാൽ 24/10 ആണ് അല്ലേ, ആണല്ലോ. ഇതും നമുക്കറിയാം. അപ്പോൾ നമ്മൾ ഈ നമ്പറും പരസ്പരം ഇങ്ങനെ ഗുണിക്കുന്നതിന് പകരം ഈ നമ്പറും ഗുണിച്ചാൽ മതി. അങ്ങനെ നമ്മൾ ഗുണിക്കുകയാണെങ്കിൽ 423/100 × 24/10 എന്ന് ചെയ്യും. ഇതെങ്ങനെ നമ്മൾ ഗുണിക്കുക? ഇത് നമ്മൾ ഗുണിക്കുന്നത് 423 × 24 100 × 10 എന്നല്ലേ. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് ആൻസർ കിട്ടുക? നമുക്ക് നമ്മൾ 423നെ 24 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് 10 15 2 ഈ ഒരു നമ്പറാണ് കിട്ടുക. പിന്നെ ഈ അടിയിലുള്ള 2 ഗുണിക്കുമ്പോൾ 1000 കിട്ടും. പക്ഷേ നമുക്ക് ഇനി ഇതുണ്ടല്ലോ, ഇത് ഒരു ഫ്രാക്ഷൻ ആയിട്ടല്ലേ ഉള്ളത്. നമുക്കതിനെ ഡെസിമൽ ഫോമിലേക്ക് ആക്കുമ്പോഴല്ലേ നമ്മുടെ ഇവിടെ ഇതിൻ്റെ ആൻസർ കിട്ടുള്ളൂ. അപ്പോൾ ഇതിനെങ്ങനെ ഡെസിമൽ ഫോമിലേക്ക് ആക്കുക? നമ്മൾ നോക്കൂ, ഈ 0ക്ക് ഇവിടെ ഒരു 2 ഉണ്ട്, ഇതിന് ഇവിടെ ഒരു 5 ഉണ്ട്, ഈ 0ക്ക് ഒരു 1 ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് 10 എന്ന് കഴിഞ്ഞിട്ട് ഇവിടെ അല്ലേ ആരും ഇല്ലാത്തത്, ഇനി 10ൻ്റെ 0ക്ക് ആരും ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ 10ൻ്റെ 0 ആവുന്നതിന് മുന്നേ ഇവിടെ ഒരു പോയിൻ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക. അതായത് ഇങ്ങനെ 10 152 എന്നില്ലേ, അവിടെ ഈ 3 നമ്പറുകൾ കഴിഞ്ഞിട്ട് ഇവിടെ ഒരു പോയിൻ്റ് ഇട്ട് കൊടുക്കും. അപ്പോൾ അതാണ് ആൻസർ 10.152. നമ്മൾ എന്താ ചെയ്തത്? അടിയിലുള്ള ഈ ഒരു 1000 ഇല്ലേ, ഈ 1000-ത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ നേരത്തെ പോയിൻ്റ് ഇട്ടിരുന്നത്. ഇവിടെ നോക്ക്, നമ്മൾ നേരത്തെ ഗുണിക്കുമ്പോൾ നമ്മൾ ഇവിടെ 2 നമ്പറും ഇവിടെ ഒരു നമ്പറും ഉണ്ട്. അപ്പോൾ 3 നമ്പർ മാറിയിട്ട് നമ്മൾ പോയിൻ്റ് ഇടുക എന്ന് പറഞ്ഞിരുന്നല്ലോ. അത് ചെയ്യുന്നത് അങ്ങനെ നമുക്ക് അടിയിൽ ഒരു 1000 കിട്ടുന്നതുകൊണ്ടാണ്. നമുക്ക് വേറൊരു എക്സാമ്പിളും കൂടെ നോക്കാം, അപ്പം നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. ഇപ്പം നമ്മൾ 2.45നെയും അതേപോലെ 3.72 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്കിതിനെ എങ്ങനെ എഴുതാം? 245 / ഇവിടെ 2 ദശാംശം കഴിഞ്ഞിട്ട് 2 നമ്പറല്ലുള്ളത്. അപ്പോൾ ഇത് നമ്മൾ 2 0 നമ്പർ എഴുതി ഇൻറ്റു 3 പോയിൻ്റ് എഴുതാൻ പാടില്ല കേട്ടോ. നമ്മൾ 3 പോയിൻ്റിന് ദശാംശത്തിൻ്റെ ഭിന്നസംഖ്യേൻ്റെ കൂടെ വെറുതെ ഇങ്ങനെ ദശാംശം എഴുതരുത്.
372 ഡിവൈഡഡ് ബൈ ഇവിടെ 2 നമ്പറല്ലേ ഉള്ളത്, അപ്പോൾ 2 0 ഇട്ടിട്ട് ഒരു 1 ഇടാം. ഓക്കെ, ഈക്വൽ ടു നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ 245ഉം 372ഉം കൂടെ ഗുണിക്കാം. അപ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും. ആ ആൻസർ 9140 ഇതായിരിക്കും കിട്ടുക. ഡിവൈഡഡ് ബൈ ഇത് രണ്ടും കൂടെ ഗുണിക്കുമ്പോൾ നമുക്ക് 10000 ഈ ആൻസറും കിട്ടും. ഇനി ഇതിനെ നമ്മൾ ഈ ഭിന്നസംഖ്യ ഫ്രാക്ഷൻ നമ്മൾ ഡെസിമൽ ഫോമിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് കിട്ടും, ഇത് ഇങ്ങനെ ഓരോ നമ്പറിന് കൊടുത്താൽ ഇവിടെ 9 കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് പോയിന്റ് വരിക അല്ലേ. അപ്പോൾ നമുക്ക് 9.1140 എന്ന് വരും. അതായത് നമ്മുടെ 2.45 ഇൻറ്റു 3.72 എന്നത് എങ്ങനെയാണ് 9.1140 വന്നിട്ടുള്ളത്, ഈ പോയിന്റ് എങ്ങനെ ഇവിടെ വന്നു എന്നതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ക്ലാസ്സിൻ്റെ കോൺസെപ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. ഈ ഒരു കാര്യം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ ക്ലാസ് ഉള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.